പ്രേക്ഷകരെ ഇതാ ഞങ്ങളുടെ മാജിക് ബോളിൽ വരുന്നത് ഞങ്ങളുടെ പ്രത്യേക അതിഥി തൃശ്ശൂരിന്റെ രോമാഞ്ച കഞ്ചുകം ഡാൻസർ മാത്രമല്ല നല്ല ഒന്നാം തരം ഫുട്ബോളറുമാണ് നമ്മുടെ സ്വന്തം ഗോപാലകൃഷ്ണൻ. തുടരാം പറഞ്ഞോളൂ. വളരെ സന്തോഷം, പറയൂ. തുടരാം. എന്താണ് പ്രതീക്ഷ? ഒരു അവിടെയും ഇവിടെയും തൊടാതെ സ്പെയിനൊപ്പമാണോ അർജന്റീനയ്ക്കൊപ്പമാണോ? അതങ്ങ് പറഞ്ഞാട്ടെ, അതാണ് അറിയേണ്ടത്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഈജിപ്ത് തോറ്റത്, എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ട് തോറ്റത് എന്നുള്ളതിന് പ്രധാനപ്പെട്ട എന്റെ ഉത്തരം അതൊക്കെ അർജന്റീനയുടെ മികവ് കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് ഈജിപ്ത് തോൽക്കാൻ കാരണം അല്ലെങ്കിൽ ഇംഗ്ലണ്ട് തോൽക്കാൻ കാരണം ഹാഫ് ടൈം കഴിഞ്ഞപ്പോ ഇംഗ്ലണ്ടും ഈജിപ്തും ഡിഫൻസിലേക്ക് പോന്നു. ഡിഫൻസിലേക്ക് പോരുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഗോൾ പോസ്റ്റിലാണ് കളി നടക്കുക. അങ്ങനെ ഡിഫൻസിലേക്ക് പോന്നത് കൊണ്ടാണ് ഇംഗ്ലണ്ടിന് ഗോൾ വാങ്ങേണ്ടി വന്നത്. 2 ഗോളിന്റെ മുന്നിൽ നിന്ന് ഈജിപ്തിനും ഗോൾ വാങ്ങേണ്ടി വന്നത്. അങ്ങനെ ഡിഫൻസിലേക്ക് പോകുന്ന ഒരു കളിയല്ല സ്പെയിനിന്റെ കളി. സ്പെയിൻ ടോട്ടൽ ഫുട്ബോളിന്റെ കളിയാണ്. അങ്ങനെ ടോട്ടൽ ഫുട്ബോളിന്റെ കളി സ്പെയിൻ കളിച്ചാൽ അർജന്റീന പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. കേട്ടല്ലോ. പക്ഷെ ഓരോ മത്സരം കഴിയുന്ന അർജന്റീനയുടെ കളിശൈലിയിൽ ഒരു വ്യത്യാസമില്ല. ശരിക്കും പറഞ്ഞാൽ എതിരാളികൾക്കനുസരിച്ച് ടീമിനെ മാറ്റിമറിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ കഴിഞ്ഞ 2 കളിയില് ഞാൻ ചോദിക്കട്ടെ, ഈജിപ്തുമായിട്ടുള്ള കളി കഴിഞ്ഞപ്പോ ഇംഗ്ലണ്ടുമായിട്ടുള്ള കളി വന്നു. ഇംഗ്ലണ്ടിന്റെ കളിയിലും വാസ്തവത്തിൽ ഇംഗ്ലണ്ട് ആയിരുന്നില്ലേ ആദ്യ പകുതിയിൽ മുന്നിൽ നിന്നിരുന്നത്? ായിരുന്നു. അവര് ഡിഫൻസിലേക്ക് പോയത് കൊണ്ടാ. സ്പെയിൻ ഡിഫൻസിൽ പോകുന്ന ഒരു ടീമല്ല, അവർ ടോട്ടൽ ഫുട്ബോളിന്റെ ഒരു ടീമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ കളിയുടെ സൗന്ദര്യം സ്പെയിനിന്റെ ആവാം. പക്ഷെ മെസ്സി എന്ന് പറയുന്ന ഒരു ഈശ്വര തുല്യമായ അനുഗ്രഹം നേടിയിട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ മാജിക് എന്താണ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഏതിന്റെ ആളാണ് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിൽ പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ജയിക്കാനുള്ള എല്ലാ സാധ്യതയും എന്ന് പറയുന്ന ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും മെസ്സി എന്ന് പറയുന്ന ഒരു ഇതിഹാസ താരത്തെ നമുക്ക് സ്പെയിനിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ആ മെസ്സിയുടെ മാജിക്കിൽ അർജന്റീന ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേ സമയത്ത് ഒരു ടോട്ടൽ ഫുട്ബോള് എന്ന നിലയിൽ നല്ല നിലവാരത്തിലുള്ള കളിയായിരിക്കാം സ്പെയിൻ പുറത്തിറക്കാൻ കഴിയുക. ഇന്ന് ഭാഗ്യം മെസ്സിയുടെ കൂടെയാണെങ്കിൽ അർജന്റീന ജയിക്കും. ഇന്ന് നിർഭാഗ്യം മെസ്സിക്കുണ്ടെങ്കിൽ അർജന്റീന. അതുകൊണ്ട് ഞാൻ ഏത് ടീമിന്റെ കൂടെയാണ് എന്ന് ചോദിച്ചാൽ വളരെ നല്ല രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എനിക്കിഷ്ടം സ്പെയിനിന്റെ കളിയാണ്. വിജയം അർജന്റീനയൊക്കെ പോകണം സാർ പറയുന്നത്. പക്ഷെ രണ്ടുപേരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലയണൽ മെസ്സി അല്ലേ ശരിക്കും പറയാം. ഒരു നിലപാട്, ഇത് കറക്റ്റ് രാഷ്ട്രീയക്കാരന്റെ നിലപാടാണ് കേട്ടോ ഗോപാലകൃഷ്ണൻ സാർ. കറക്റ്റ് രാഷ്ട്രീയക്കാരന്റെ നിലപാട്. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ പറയണതാണല്ലോ പറയുന്നത്. ശരി, നമുക്ക് ഞാൻ ഇപ്രാവശ്യം മെസ്സിയുടെ കൂടെയല്ല, സ്പെയിനിന്റെ കൂടെയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് താങ്കൾ എനിക്ക് വീണ്ടും ഇഷ്ടപ്പെട്ടു. അല്ല അശ്വതി, നമ്മൾ ശ്രദ്ധിക്കേണ്ടേ, ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞത് കൃത്യമായ വിലയിരുത്തലുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ട് തോറ്റു, അത് കൃത്യമായി അവരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2 ടീമുള്ള വ്യത്യാസം ലയണൽ മെസ്സി എന്ന താരമാണ്. അത് സമ്മതിക്കുന്നു. അപ്പോ ഒരു പാട്ട് പാടിയാലോ നമുക്ക്? എന്താണ് ഒരു ഫുട്ബോൾ ആവേശമൊക്കെ അല്ലേ? ഒരു ചെറിയ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്ലീസ്. ഡാൻസ് കളിക്കാൻ പറഞ്ഞില്ല. അതെ, കാറിലായതുകൊണ്ട് മാത്രം ഞങ്ങൾ ഡാൻസിൽ നിന്നും ഒരു ഇളവ് തരികയാണ്. നമുക്ക് മെസ്സി ജയിച്ചാലും സ്പെയിൻ ജയിച്ചാലും നമുക്കൊരു ഡാൻസ് കളിക്കാം, പക്ഷെ പാട്ട് വേണ്ട. ഇതിനു മുമ്പ് പാടിയിരുന്നു കേട്ടോ. ഒരു 2 വരി പാടാം പ്ലീസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്. അതൊരു പക്ഷെ നിങ്ങളോ പ്രേക്ഷകരോ അധികം കേൾക്കാൻ സാധ്യതയില്ല. അത് ക്യാപ്റ്റൻ എന്ന സിനിമ. അത് ക്യാപ്റ്റൻ എന്ന സിനിമയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ക്യാപ്റ്റൻ എന്ന സിനിമ. ആ സിനിമ നമ്മുടെ മലയാളിയായിട്ടുള്ള ഓൾ ഇന്ത്യ താരമായിരുന്ന സത്യന്റെ പടമാണ്. സത്യൻ എന്ന് പറയുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്ന സത്യൻ എന്ന് പറയുന്ന ഫുട്ബോളറുടെ കഥയാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിൽ ക്യാപ്റ്റനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്
ഞാൻ മറന്നുപോയി. ജയസൂര്യ. ജയസൂര്യ. അതില് ജയചന്ദ്രൻ പാടുന്ന ഒരു മനോഹരമായ പാട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബംഗാളിൽ പോയി കളിക്കളത്തിലെ മൈതാനത്തിലൂടെ നടക്കുമ്പോൾ അയാളുടെ കാലൊക്കെ മുറിഞ്ഞു പോയിരിക്കുന്നു, അയാൾക്ക് നടക്കാൻ വയ്യ. ആ സമയത്ത് അയാളുടെ ഭാര്യയെ ഓർക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രേമ പാട്ടാണ്. അത് നല്ല രസമാണ്. അതെ, അത് വാസ്തവത്തില് ഈ അർജന്റീന സ്പെയിൻ കളിക്ക് മുമ്പ് പ്രേക്ഷകരും നിങ്ങളും ആ പാട്ടൊന്ന് കേൾക്കണം. ഞാനിത് നമ്മുടെ ജയചന്ദ്രൻ, അന്തരിച്ചു പോയ നമ്മുടെ പ്രശസ്തനായ നമ്മുടെ ഗായകൻ, ഭാവഗായകൻ ജയചന്ദ്രൻ, അദ്ദേഹത്തോട് ഞാൻ നേരിട്ട് പറഞ്ഞു, അങ്ങയുടെ നിരവധി പാട്ടുകളുണ്ട്, പക്ഷെ എന്റെ മനസ്സിൽ ഇടം കിടക്കുന്നത് ഈ പാട്ടാണ് എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞു, വളരെ മനോഹരമായ പാട്ടാണ്, എന്ത് ചെയ്യാം, അധികം വെളിയിലേക്ക് ആരും കേട്ടിട്ടില്ല. അതിനകത്ത് ഒരു വരി ഞാൻ പറയാം. കാത്തു കാത്തു നിന്നെ, കാത്തു കാത്തു നിന്നെ, കത്തിയെരിയുമീ ഉള്ളം. അതായത് സ്വന്തം ഭാര്യയെ കുറിച്ച് കാത്തു കാത്ത് ഉള്ളം എരിയുന്നതാണ്. എന്നാൽ അതേ സമയത്ത് ഫുട്ബോൾ കളിക്കാൻ പറ്റാത്ത ആ ഒരു സങ്കടത്തിലാണ് ആ കാത്ത് എഴുതുന്നത്. കാത്തു കാത്തു നിന്നെ, കത്തിയെരിയുമീ ഉള്ളം, ആരവങ്ങൾ എങ്ങോ പോയി, ആളൊഴിഞ്ഞു മാഞ്ഞു പോയി, പാട്ടുപെട്ടി എന്തായാലും നമ്മൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ മനോഹരമായ പാട്ടാണ് കേട്ടോ. തീർച്ചയായും അത് ക്യാപ്റ്റൻ എന്ന സിനിമയിലാണ്. അത് ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നത്തെ ഈ സന്ധ്യയിൽ നമുക്ക് വാസ്തവത്തിൽ ആ പാട്ട് ഓർക്കേണ്ടതാണ്, സത്യനെയും ഓർക്കേണ്ടതാണ്. അതെ, തീർച്ചയായും. അപ്പോ നമുക്ക് അർജന്റീനയ്ക്ക് വേണ്ടി ജയ് വിളിക്കാം, അതോ സ്പെയിനിന് വേണ്ടി ജയ് വിളിക്കണോ? പറഞ്ഞോ. അർജന്റീനയ്ക്ക് വേണ്ടി അശ്വതി, ഞാൻ പറയുന്നത് നമ്മുടെ അവതാരിക ഒരു സെക്കൻഡിനുള്ളിൽ അർജന്റീനയാണ്. അർജന്റീന ഇത്ര നാളും പോർച്ചുഗലായിരുന്നു. അല്ല അശ്വതി, ഞാൻ പറയുന്നത് നമുക്ക് സാറിനും നമുക്ക് ഒരുമിച്ച് അർജന്റീനയ്ക്ക് വേണ്ടി ജയ് വിളിക്കാം, പക്ഷെ സ്പെയിനായി പ്രാർത്ഥിക്കാം. അതെ, തീർച്ചയായും. അവതാരകയുടെ കാര്യം പറയണം. അവതാരക ഓരോ ടീം മത്സരം കളിക്കുന്ന ഒരു ടീമാണ്, അർജന്റീനയ്ക്കെതിരെ കളിക്കുന്ന ടീമാണ്. ഞാൻ താങ്കളുടെ വലിയ ആരാധികയാണ്. അപ്പൊ താങ്കൾ പെട്ടെന്ന് അർജന്റീനയ്ക്ക് ജയ് വിളിക്കാൻ പറഞ്ഞ സമയത്ത് എല്ലാം അറിയാതെ ഞാനങ്ങ് വിളിച്ചു പോയതാട്ടോ. താങ്കളുള്ള സ്നേഹം കൊണ്ട് മാത്രം. ആയിക്കോട്ടെ. രാഷ്ട്രീയക്കാർക്ക് താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പൊ സ്പെയിൻ കപ്പെടുക്കും. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഡാൻസ് കളിക്കാം. പക്ഷെ എനിക്ക് അശ്വതിയുടെ മനസ്സ് മറന്നേക്ക് പുറത്തു അശ്വതി അർജന്റീനക്കാരായിട്ട് മാറി. പക്ഷെ ഒരു കാര്യം, അശ്വതി അർജന്റീന ജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അല്ല അശ്വതി, ഞാൻ ഈ നമ്മളെ ഈ ഇത് സ്പെയിൻ ഇല്ല അശ്വതി, ഈ പ്രോഗ്രാം തുടങ്ങി ഞാൻ ഇത്രയും നേരം ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്, അതായത് നമ്മളിത് തുടങ്ങിയ സമയത്ത് 9 മണിക്ക് ഇത് തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന അനൂപേന്റെ ആവേശം എല്ലാം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും തോൽക്കുമെന്ന ഭീതി പടർന്നു പിടിക്കുന്നു. അശ്വതിക്കാണെങ്കിൽ അർജന്റീന ജയിക്കുമെന്ന ഭീതി. അർജന്റീന അങ്ങനെ സന്തോഷകരമായി നിൽക്കുന്ന ഞാൻ മാത്രമാണ്. അതെ, ഇതിന് സന്തോഷകരമായി നിൽക്കുന്ന ഞാൻ മാത്രം. കാര്യം ആരാധന അതുകൊണ്ടല്ല, ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ ആര് ജയിച്ചാലും കളി സന്തോഷത്തോടെ കാണുക, ആര് ജയിച്ചാലും അവർക്ക് ജയ് വിളിക്കുക എന്നുള്ള സന്തോഷത്തോടെ. മാനസികാവസ്ഥയോട് നിൽക്കുന്നത് കൊണ്ടായിരിക്കും എനിക്ക് മാത്രം സ്പെയിനും. അതായത് നമ്മുടെ ന്യൂസ് ഡെസ്കിലെ വലിയൊരു വിഭാഗം മെസ്സിക്കൊപ്പമാണ്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ മെസ്സിക്കൊപ്പമുള്ളവർ ആരാണ്? പക്ഷെ സ്പെയിനപ്പോൾ ആരാന്ന് പറയുമോ? ഗൗതം അനന്തനാരായണൻ. പക്ഷെ ഗൗതം കുറച്ച് മാറ്റി പറഞ്ഞു കേട്ടോ. നമ്മുടെ അഡ്മിൻ ബിനുചേട്ടനും വന്നിട്ടുണ്ട്. ബിനുചേട്ടനും സ്പെയിനൊപ്പമാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് അല്ലേ? ഞങ്ങൾ അർജന്റീനയ്ക്ക് പിന്നെ ഉറപ്പിക്കാൻ വേണ്ടി ഒരു കരുത്തന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, അറിയോ? ആരാ? ന്യൂസ് ഡെസ്കിലെ മഹേഷ് കുമാർ. അല്ല, മഹേഷ് ചേട്ടൻ ഒരിക്കലും അർജന്റീനയല്ല, മെസ്സി അല്ല. സപ്പോർട്ട് മഹേഷ് അർജന്റീനയ്ക്ക് പിന്നെ ഉറപ്പിച്ചാണ് വന്നിരിക്കുന്നത്. തോന്നില്ല. അപ്പൊ പ്രേക്ഷകരെ ഇവിടെ ഭയങ്കര യുദ്ധമാണ്. ഒരു ഇടവേള വേണം ഇവരെയൊക്കെ ഒന്ന് മെരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇടവേള എടുത്തതിനു ശേഷം വളരെ പെട്ടെന്ന് ഫുട്ബോൾ ഫാക്സിലേക്കാണ് നമ്മൾ പോകുന്നത്.